മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഹായ് ഡിയേഴ്സ്, നമ്മുടെ അസ്ലമോയം ട്രാവലിംഗ് ബ്ലോഗർ പറയുന്ന പോലെ മസനഗുഡി വഴി ഞങ്ങളും ഊട്ടിയിലേക്കൊരു യാത്ര പോയി. വളരെ അടിപൊളി യാത്രയായിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ പോയത് നിലമ്പൂർ വഴി വഴിക്കടവ്, പിന്നെ നാടുകാണിച്ചുരം കോട മൂടിയിട്ട് നമുക്ക് മുന്നിലൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നല്ല മഴയായിരുന്നു. പക്ഷെ അതൊരു വേറെ രസം തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ നാടുകാണിച്ചുരം വഴി ഗൂഡല്ലൂരെത്തി. ഗൂഡല്ലൂരിൽ നിന്നും ഇടത്തോട്ട് നിന്ന് മൈസൂർ റോഡിലേക്ക് പോയ തൊപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം രണ്ട് സൈഡിലും മൃഗങ്ങളെ കാണാൻ പറ്റി. അവിടെ എത്തിയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. രണ്ട് സൈഡിലും മൃഗങ്ങൾ, ആന, കാട്ടുപോത്ത്, ഇഷ്ടം പോലെ മാന്, അതുപോലെ മയിൽ, ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത്. മക്കൾക്കൊക്കെ സൂല് മാത്രം കണ്ട് ഈ മൃഗങ്ങളെയും പക്ഷികളൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ തൊപ്പക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആന സഫാരിയിലേക്കൊന്നും ഞങ്ങൾ പോയില്ല. അവിടെ ആന സഫാരി ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം, ട്രക്കിങ്ങിന് പോകേണ്ടവർക്ക് അത് ചെയ്യാം. ട്രക്കിങ്ങിലൊക്കെ ഒന്നും കൂടി ഡീപ്പ് ഫോറസ്റ്റിലേക്ക് പോയി നമുക്കൊന്നും കൂടി കൂടുതൽ മൃഗങ്ങളൊക്കെ ഭാഗ്യമുണ്ടായി കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. ഞങ്ങളുടെ ടാർഗറ്റ് ഊട്ടിയായിരുന്നു. നമ്മളങ്ങനെ മൈസൂർ റോട്ടിൽ നിന്ന് റൈറ്റിലേക്ക് പോയി മസനഗുഡി റോട്ടിലേക്ക് പോയി. അത് അതിലും മനോഹരമായ റോഡ്, നീണ്ട റോഡ്, ചെറിയ ചെറിയ വളവുകളൊക്കെ ഉള്ള റോഡ്. രണ്ട് സൈഡിലും വീണ്ടും ഞങ്ങൾ ഒരുപാട് മാനിനെയും മൃഗങ്ങളെയും മയിലിനെയൊക്കെ കണ്ടു. അങ്ങനെ പോയി മസനഗുഡി എന്ന് പറയുന്ന ആ ചെറു ഗ്രാമത്തെത്തി. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് വീണ്ടും ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയി. ഇനിയാണ് ആ പറയപ്പെട്ട കല്ലട്ടിക്കുരയിലാണ് തോന്നുന്നത് ഒരു വൻ ചുരം, 36 ഹെയർ പിൻ ബെൻഡുള്ള ചുരത്തേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. ഞാൻ പറയട്ടെ, നമ്മളൊരു കോണി കയറുന്ന, റൗണ്ട് കോണി കയറുന്ന പോലുള്ള ചുരം, ഒരു മലയെ അവർ വെട്ടി വളരെ ഷോർട്ടായിട്ടുള്ള ഹെയർ പിൻ ബെൻഡുകളാണ്. അങ്ങനെ ഏകദേശം 30 ആകുമ്പോഴേക്കും നമ്മൾ ഊട്ടിയിലേക്ക് എത്തും. ഊട്ടി പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞങ്ങൾ ഊട്ടിയിലേക്ക് പലതവണ പോയിട്ടുണ്ടെങ്കിലും മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഇതൊരു ആദ്യത്തെ യാത്ര ആയിരുന്നു. എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത്, നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ഈ ചുരം, മസനഗുഡി വഴിയുള്ള ഊട്ടിയിലേക്കുള്ള റൂട്ടിലുള്ള ചുരം കുറച്ച് റിസ്ക്കിയാണ്. കാരണം ആ ഹെയർ പിൻ ബെൻഡിൽ നിന്നൊക്കെ വാഹനങ്ങൾ വരുമ്പോൾ മഴയുണ്ടെങ്കിൽ, നമ്മൾ ഓട്ടോമാറ്റിക് ഗിയർ വാഹനങ്ങളൊന്നും അല്ലെങ്കിൽ ചെറിയ ചെറിയ റിസ്ക് അതിലുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡായി നമ്മളെ ബാക്ക് വീലൊക്കെ സ്കിഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നന്നായിട്ട് ഡ്രൈവിങ് എക്സ്പെർട്ടായ ആളുകൾക്ക് അതൊരു വിഷയമല്ല. പക്ഷേ നമ്മൾ കെയർ ചെയ്യണം. തിരിച്ചിങ്ങോട്ട് ഊട്ടിയിൽ നിന്നും ഇങ്ങോട്ട് ആ റൂട്ടിൽ അധികം വാഹനങ്ങൾ കടത്തി വിടാത്തതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ അത് നല്ലൊരു അനുഭവമാണ്, മസ്റ്റ് ട്രൈ അനുഭവം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ട് ഞങ്ങൾ ഒരു പ്ലാനും ഇല്ലാതെ വന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഊട്ടിയിലെത്തിയിട്ട് നമുക്ക് ഈ ഒരു പ്ലാനും ഇല്ലാതെ വരുന്ന ആളുകൾക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരിടം ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങൾക്കുണ്ടായ ഭാഗ്യം. ആ ഇടത്തെക്കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം.